നമസ്കാരം. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതും ലോങ് വീഡിയോ കുറേ കാലത്തിന് ശേഷം വന്നത് ഒരു വലിയൊരു അമിട്ട് പൊട്ടിയതിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒരു വലിയൊരു അമിട്ടുമല്ല, നമ്മുടെ പ്രഭാസ് ഇന്ന് പൊട്ടിച്ചൊരു അമിട്ടിനെ കുറിച്ച് പറയാനാണ്. ഒരു രാജാസാബും കൊണ്ടുവന്ന് 2026 ആദ്യത്തെ ഒരു ബോംബിട്ട് പോയിരിക്കുകയാണ്. അത് അണുബോംബാവാത്തത് ഭാഗ്യം. അമ്മാതിരി ഒരു ബോംബിട്ടിട്ട് പോയി. ഇതിനു മുമ്പ് ആദിപുരുഷൻ്റെയൊക്കെ ഇപ്പോൾ നിലവിലെ ബാഹുബലിക്ക് ശേഷം ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2026 തുടക്കം തന്നെ ഒരു ബോംബിട്ട നമ്മുടെ പ്രഭാസ് ഗാരുവിന് വലിയൊരു സല്യൂട്ട്. അപ്പോൾ രാജാസാബ് ട്രെയിലറിൽ കണ്ട പോലെ ഒരു ഹൊറർ ഫാൻറ്റസി മൂവിയാണ്. പടത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ സ്ഥിരം ടിപ്പിക്കൽ പരിപാടി. മുത്തച്ഛനെ കാണാനില്ല, മുത്തച്ഛനെ തപ്പിപ്പോണു, മുത്തച്ഛൻ ഇത്ര വലിയ ബംഗ്ലാവിലുണ്ടെന്ന് പറയുന്നു, ബംഗ്ലാവിലോട്ട് പോകണു, ബംഗ്ലാവിൽ പോയപ്പോൾ മുത്തച്ഛൻ മരിച്ചെന്നറിയണു, മുത്തച്ഛൻ്റെ പ്രേതം ബംഗ്ലാവിലുണ്ടെന്നറിയുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇവർ ആ ബംഗ്ലാവിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് കടക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പടത്തിൽ പറഞ്ഞുകൊണ്ട് പോകണത്. അത് ഏത് കാലഘട്ടം, ഞാൻ പറഞ്ഞു ലോജിക്ക് പരിപാടികളൊന്നും പ്രതീക്ഷിക്കരുത്, ഇതിൽ ഒന്നും പ്രതീക്ഷിക്കരുത്. പിന്നെയാണ് ലോജിക്ക്. ആ ഏത് കാലഘട്ടത്തിലാണ് നടക്കുന്നത്. രാജാവിൻ്റെ കാലഘട്ടം കാണിക്കുന്നുണ്ട്. രാജാവിൻ്റെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ ഇവൻ്റെ മുത്തശ്ശിയാണ് നിൽക്കുന്നുണ്ട്. മുത്തശ്ശിയാണ് ഐഫോണും കൊണ്ട് നടക്കണം മുത്തശ്ശി. അങ്ങനെ ലോജിക്കിലൊന്നും വലിയൊരു വിഷയമില്ല. അമിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനൊന്ന് ഇങ്ങനെ തലവെട്ടിച്ച് മാറ്റുക എന്നല്ലാതെ വേറെ വലിയൊരു പരിപാടിയൊന്നും ഇതിനകത്തില്ല. ബാഹുബലിയോടെ തീർന്നു പ്രഭാസിൻ്റെ പരിപാടി. അതിനുശേഷം എത്ര പടങ്ങൾ, എത്ര സഹോ ബും ബും ബും, അതിനുശേഷം ഒരു കൈനോട്ടക്കാരനായിട്ട് വന്നു, അത് ബും ബും ബും. പിന്നെ ഒരു ഇത് ആദിപുരുഷ്, അത് ടമാർ ഭട്ടാർ. പിന്നെയാണ് സലാർ, അത് പ്രശാന്ത് നീൽ എന്നുള്ള ഒറ്റ പേര് കൊണ്ടാണ് ആ പടം ഒന്ന് കുറച്ച് പോയത്. എന്നാലും വലിയവർക്കൊന്നും ഇവൻ്റെ വലിയ മസിൽ കൊടുത്തൊന്നും ആർക്കും തേച്ചിട്ടൊന്നുമില്ല. പിന്നെ അതിനുശേഷം കൽക്കി, അതും കഥയിൽ അതിലും പ്രഭാസ് പറഞ്ഞ ആളുടെ മസിൽ പിടുത്തം മാത്രമല്ലോ. ക്ലൈമാക്സിൽ അമ്പും വില്ലും മാത്രം കാണാൻ പറ്റുന്ന ലെവലാണ് പ്രഭാസിൻ്റെ സൈഡിൽ നിന്ന്. അതിനുശേഷം ഇത് ബും ബും ബും. തെലുങ്ക് പടം കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ ഇത് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നു തോന്നില്ല. തിയേറ്ററിൽ നിന്ന് എണിച്ചു കൊടുത്തു. എങ്ങനെയെങ്കിലും എൻ്റെ പൊന്നിടാ ഇതൊന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു തിയേറ്ററിനകത്തിരുന്നത്. അമ്മാതിരി എടുത്ത് ഇത് കഥ കേൾക്കുമ്പോൾ തന്നെ ഇതൊരു മനസ്സിലാവില്ല. ഇത് എന്താണ്, ഇത് പ്രിവ്യൂ കാണുക അല്ലെങ്കിൽ ഇത് ഒരു മനസ്സിലാവില്ല ഇത് എന്താ സംഭവം ചെയ്തുകൊണ്ടിരിക്കണമെന്ന്. ഒറ്റ സെറ്റ്, ഒരു സീന് പോലും ഇവരത് നാച്ചുറലായിട്ട് എടുത്തിട്ടില്ല. ഫുൾ ആർട്ടിഫിഷ്യൽ, ഫുള്ള് സെറ്റിലാണ്. A to Z സെറ്റിലാണ് നടന്നു പോകുന്നത്. ഒരു ബസ് സ്റ്റാൻഡ് അടക്കം ഇവർ സെറ്റായിട്ടിരിക്കുന്നത്. അത് പിന്നെ ആർക്കും മനസ്സിലാവാത്തത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതാണ് പറയുന്നത്, മൊത്തത്തിലൊരു സെറ്റുമയം, കളർഫുൾ, ബ്രഹ്മാണ്ഡം. എന്തിന് ബ്രഹ്മാണ്ഡം, ഈ പടത്തിൻ്റെ ബഡ്ജറ്റും ഈ പ്രഭാസിനോടുത്ത പൈസയൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ മലയാളത്തിൽ ആ പിള്ളേരിൻ്റെ കൊടുത്ത അസിസ്റ്റന്റ് ഡയറക്ടർമാരൊക്കെ ഇപ്പോൾ മറ്റൊരു ചാൻസ് വെച്ച് നടക്കുന്ന ടീമുകളുണ്ട്. അതിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ പുഷ്പം പോലെ അവർ 100 കോടി അടുപ്പിക്കാനുള്ള പരിപാടി ചെയ്യിപ്പിക്കും. മലയാളത്തിൽ എത്ര പടങ്ങൾ വന്നു 100 കോടി അടുപ്പിക്കണതിൻ്റെ? സിമ്പിളായിട്ട് വന്ന് അടിച്ചിട്ട് പോയില്ലേ? കൊടുക്കണം. അല്ലാണ്ട് ഇങ്ങനെ ബ്രഹ്മാണ്ഡം കാര്യമില്ല, വെറും വേസ്റ്റ്. പ്രൊഡ്യൂസർമാർ വെറുതെ ഈ പൈസ കൊണ്ട് വെറുതെ കളയുക എന്നുള്ള ലെവലാണ്. പിന്നെ ഇതിൽ പറയേണ്ടത് പ്രൊഡ്യൂസർമാരുടെ കാര്യത്തിലേ വരാം, പക്ഷേ ഇതിൽ പറയേണ്ടത് നായികമാരാണ്. ഒരു 3 നായികമാരുണ്ട്. ആദ്യത്തെ ഒരു നായികനെ കാണിക്കുന്നു, ഇവർ തമ്മിൽ പ്രേമം. പിന്നെ മുത്തച്ഛനെ അന്വേഷിച്ച് പോണ സമയത്ത് സ്പോട്ടിൽ കാണുന്നു, എൻ്റെ പൊന്നെ അതൊക്കെ ഒരു സീനാണ്. വണ്ടി ഓട്ടോറിക്ഷയും കൊണ്ട് പോണ സമയത്ത് വരുന്നു ഒരു ചർച്ചിൽ നിന്ന് ആൾക്കാർ നടന്നു വരുന്നു. അപ്പം തന്നെ റണ്ണിങ്ങിൽ തന്നെ കാണുന്നു, ക്രഷ് അടിക്കുന്നു. അവരെ കാണാൻ പോണു, ചർച്ചിൽ പോകണു, അവളുടെ അടുത്ത് ക്രഷ് പോകുന്നു. അപ്പോൾ കയ്യിലുള്ള 3 ലക്ഷം രൂപ കൊടുക്കണു, ഡൊണേഷൻ ചെയ്യണു. അവൾക്ക് തിരിച്ച് പ്രണയം. ആർക്ക്? കന്യാസ്ത്രീ. അവൾക്കും പ്രണയം. അതിനുശേഷം പൈസ ഇല്ലാന്ന് പറഞ്ഞ് നിൽക്കണു. വരുന്നു മലയാളത്തിലെ മാളവിക മേനോൻ വരുന്നു, അവൾക്കും ഇവൻ്റെ അടുത്ത് ക്രഷ്. അപ്പോൾ ക്രഷുണ്ട്, ഫൈറ്റുണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്, ബോംബുണ്ട്. അങ്ങനെ വലിയൊരു ബോംബും കൊണ്ടാണ് അവൾ വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ഈ 3 പെണ്ണുങ്ങൾക്ക് ഇവൻ്റെ അടുത്ത് ക്രഷാണ്. എന്നാൽ ഇവനെ തിരിച്ചു. അങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതോ ഏറ്റവും വലിയത്. ഇത് സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു മാരുതിയാണ്. 800 പിടിച്ച് പോയാൽ മതി. എത്രയോ കോടികൾ മുടക്കിയെടുത്ത പടമാണ്. അത്രയും കോടിൻ്റെ ഒരു % പോലും നടക്കില്ല. ബാഗിൽ കർട്ടൻ വലിച്ചു കെട്ടിയിട്ട് CG ആണ് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. അങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഒരു പടത്തിൽ. എനിക്കിത് പ്രഭാസിൻ്റെ മുഖം മാത്രമേ ഉള്ളൂ, ബോഡി മൊത്തം VFX ആണെന്നാണ് തോന്നുന്നത്.
അങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇടയിൽ ചെറിയ ചെറിയ എലമെന്റ്, അത് കാര്യമില്ല, ഇതിലൊന്നും ഒരു കാര്യമില്ല. പടം മൊത്തത്തിലൊരു ഗുണ്ടായിട്ട് 3 മണിക്കൂറും 3 മിനിറ്റോ അങ്ങനെ എന്തോ ഈ പടമുണ്ട്. 6:15 തുടങ്ങിയ പടം അവസാനിച്ചത് 9:15. 9:15, 9:20, 25 പടം അവസാനിച്ചത്. എന്തൊക്കെയോ കാണിച്ചു വിട്ടു. ഇതിൽ ഈ പടം ഉണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ ഒരാൾ സൈഡിൽ നിന്ന് പണിയെടുത്തിട്ടുണ്ട്. തമൻ മ്യൂസിക് പൊരിച്ച് വിട്ടിട്ടുണ്ട്. പക്ഷേ എന്താ കാര്യം, ഈ ചാണക്കുഴിയിലായി പോയിന്ന് മാത്രമേ ഉള്ളൂ. വേറെ വല്ല പടമാണെങ്കിൽ അങ്ങോട്ട് കയറി കൊളുത്തി തന്നെ അമ്മാതിരി പണി വെച്ചിട്ടുണ്ട് മ്യൂസിക്. പക്ഷേ ആവശ്യമില്ലാത്ത മ്യൂസിക്. പിന്നെ സഞ്ജയ് ദത്ത് പ്രേതമാണ്. അപ്പോൾ അതന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആ പ്രേതത്തിനുള്ള പേടി പോയി. പിന്നെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഭ്രമയുഗത്തിലെ ആ ഒരു സെറ്റ് ഉണ്ടല്ലോ, ആ പേടിപ്പിക്കുന്ന രൂപമുണ്ടല്ലോ, അതന്നെയാണ് ഏറ്റവും വലിയത്. അല്ലാതെ ഇത് കോടികൾ മുടക്കിയിട്ട് ഒരു വലിയൊരു ബംഗ്ലാവ് ഉണ്ടാക്കി വെച്ച് ഒരു പരിപാടിയും ചെയ്യാണ്ട് ഒരു പേടിപ്പിക്കുന്ന പരിപാടിയോ ഒന്നും മുഖത്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന അറിയുന്നുണ്ട്. പ്രേതത്തിൻ്റെ മറ്റേ സാധനം ട്രെയിലറിൽ കണ്ട സാധനം ഒട്ടിച്ച് വെച്ചിരിക്കുക, ഒഴുകിയോ അതിൽ കൂടെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് പ്രൊഡ്യൂസ് ചെയ്ത ആളെ സമ്മതിക്കണം. ഈ മുടക്ക് മുതലിൻ്റെ കുറച്ചെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പലിശ അടയ്ക്കാനുള്ള പൈസ കിട്ടും. പക്ഷെ പോയി പരിപാടി കഴിഞ്ഞു പോയി. പ്രഭാസിനൊന്നും ചേർന്നിട്ടുള്ള പരിപാടികളേ അല്ല അത്. പ്രഭാസ് ബ്രഹ്മാണ്ടം, ആ ബ്രഹ്മാണ്ടത്തിൽ നിന്നോട്ടെ, ആ നിപ്പേ ഉണ്ടാവുള്ളൂ. എത്ര പേര് ഫീൽഡ് ഔട്ടായി പോയി, അതേപോലെ പോവുള്ളൂ. പേരുണ്ട്, കോടികളും ഉണ്ട്, ഒരു കാര്യമില്ല. ഇതിന് മുമ്പ് ബാഹുബലിക്ക് മുമ്പ് അതൊക്കെയോ പടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് കൈരളി ചാനലിൽ വന്നതായിരിക്കും. അതിന് ശേഷം ബാഹുബലിക്ക് ശേഷമാണ് പ്രഭാസ് ആ മൊഴിമാറ്റ ചിത്രം എന്നൊക്കെ വരുന്നത്. പക്ഷെ വന്നതൊക്കെ ഗുണ്ടുപടങ്ങളായിരുന്നു മാത്രം. അതുകൊണ്ട് വെറുതെ പോയി തലവെച്ച് വെറുതെ നിങ്ങളുടെ പൈസ കളയാൻ നിൽക്കണ്ട. ഇത് എത്ര ദിവസം കളിക്കുന്നു അറിയില്ല തിയേറ്ററിൽ. അതുകൊണ്ട് ഏറ്റവും വലിയ ഗുണ്ട് പൊട്ടിച്ചതിന് നമ്മുടെ കേരളത്തിലെ എല്ലാ സിനിമാ ആരാധകരിൽ നിന്നും ഏറ്റവും വലിയൊരു സല്യൂട്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രഭാസിൻ്റെ ഈ വർഷത്തെ ചരിത്ര യാത്ര തുടങ്ങുകയാണ്. എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക് പ്രഭാസ്. ഏറ്റവും വലിയ ഗുണ്ട് പൊട്ടിച്ചതിന് അതിന് സപ്പോർട്ട് ചെയ്ത് നിന്ന അതിന് ഏറ്റവും വലിയൊരു കാരണക്കാരനായ സംവിധായകൻ മാരുതി അവർക്ക് ഏറ്റവും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.